PM ശ്രീയിൽ CPM-നെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ലേഖനം. കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് അവസരമില്ല എന്ന് രതീഷ് കാളിയാടന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തലുണ്ട്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടത് അപാകതയാണെന്നും ലേഖനത്തിലുണ്ട്. UDF-നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പുതിയ വിവാദമെന്നും PM ശ്രീയിൽ LDF സർക്കാർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുമായിരുന്നു വിഷയത്തിൽ CPM-ന്റെ പ്രതികരണം. ശ്രീ പദ്ധതിയിൽ CPM നിലപാടിനെയും നടപടികളെയും ആകെയും പ്രതിസന്ധിയിലാക്കുകയാണ് പിണറായി വിജയന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടന്റെ ലേഖനം. പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ നിലവിൽ കഴിയില്ല. ഇത് സാധ്യമാണോ എന്ന് നിയമവിദഗ്ധർ ആഴത്തിൽ പരിശോധന നടത്തി വ്യക്തത വരുത്തേണ്ട സമസ്യയാണ്. PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സർക്കാരിന് നിരവധി തവണ കത്തുകൾ അയച്ചിരുന്നുവെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ പ്രധാന ചുമതലക്കാരനായിരുന്നു രതീഷ് കാളിയാടൻ. ലേഖനം വായിച്ചിട്ടില്ലെന്നും പ്രതിരോധത്തിലായി UDF-നെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുതിയ വാദമെന്നും CPM നേതാവ് P. രാജീവ് പ്രതികരിച്ചു. ലേഖനം ഞങ്ങളൊന്നും വായിച്ചില്ല. പ്രതിരോധത്തിലാകുന്ന UDF-നെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? PMCയുടെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളില്ലല്ലോ. ഇപ്പൊ നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ വന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ മിന്നെടുത്തുനിന്ന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. അവന് നടത്തിപ്പുകാരായി മാറിയിരിക്കുന്നു. PM ശ്രീയിൽ LDF സർക്കാർ തെറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളെ പിടിമുറുക്കുകയാണ്. നിങ്ങളെല്ലാം ഉന്നയിക്കുന്ന രോഷവും ചോദ്യവും ചോദിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടാണ്. സംസ്ഥാന ഗവൺമെന്റുകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇപ്പൊ ഈ നീറ്റ് അടിച്ചേൽപ്പിച്ചതുപോലെ PM ശ്രീ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യണം. ലേഖനത്തിലെ വെളിപ്പെടുത്തലുകൾ PM ശ്രീ വിവാദത്തെ വീണ്ടും ചർച്ചയാക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.